എന്നാൽ അർജുൻ്റെ വീട്ടിൽ പോയിട്ട് ആ കുഞ്ഞിനോട്, അവൻ്റെ കൊച്ചിനോടെ, അച്ഛൻ എവിടെ പോയേക്കുക, അച്ഛൻ ലോറി ഓടിച്ച് പോയേക്കുക എന്ന് പറയിച്ച ആ ഒരു അമ്മ മനസ്സ് ആരും കാണാതെ പോകരുത്. അതിനിടയിൽ എടീ നീ ഇനി ആ ബോഡി വരുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ചെന്ന് എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നിനക്കാകുമ്പോൾ അത് കിട്ടും. കാരണം നിങ്ങൾക്ക് അതൊരു പ്രത്യേക ഒരു എന്താ പറയണ്ട, അതിനകത്തൊക്കെ ഒരു ടാലൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇത് പറ്റത്തില്ല. ഇങ്ങനെ എവിടെയും ചെന്ന് ഇങ്ങനെയുള്ള പരിപാടി അവതരിപ്പിക്കാനേ അതിനൊരു പ്രത്യേക ബുദ്ധി വേണം, ഒരു കഴിവ് വേണം. ഇതൊരു പ്രത്യേക കഴിവാണ്. ഷോ ഇതിനെന്ത് പറയുന്നേ? ഈ ജോലിക്ക് എന്താ വിളി? ഇതെന്ത് ജോലിയാ? ഇല്ല, ഇങ്ങനൊരു കാര്യം കാണിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ആർക്കാ ഗുണം? എനിക്ക് ഗുണം. ഈ പഴയൊരു ഡയലോഗുണ്ട്, ബലാത്സംഗത്തിന് മുമ്പൊക്കെ പറയുന്നുണ്ട് ഒരു ഡയലോഗ്. ജയനാണോ നടത്തില്ല, അത് ജയനാന്ന് തോന്നുന്നു. പെണ്ണിനെ പിടിക്കാൻ പോവാ, ബലാത്സംഗം ചെയ്യാം. നീ എന്നോട് സഹകരിച്ചാൽ എനിക്കും നിനക്കും സുഖം, എന്നോട് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം എന്ന് പറയുന്ന പോലുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? ജോലിയൊക്കെ സ്ഥിരമായോ ഈ ഒരു പരിപാടി കൊണ്ട്? അതോ താരമായോ? എന്താ ബോണസ് വല്ലതും കിട്ടിയോ? ഇതിൻ്റെ റീച്ചൊക്കെ കൂടിക്കഴിഞ്ഞ് ഈ ഒരു രീതിയിലേ ജീവിക്കാൻ തീരുമാനിച്ചാലും നന്നായി. വേറെ വഴിക്കൊന്നും പോയില്ലല്ലോ ഈ ബുദ്ധിയും കൊണ്ട്. ഈ ബുദ്ധിയും കൊണ്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് കയറിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റിയേനെ അല്ലേ? എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കുന്നത്? എനിക്കിത് മനസ്സിലാവാത്ത കാര്യം, ഇത് എവിടെ നിന്ന് ഇവർ പഠിക്കുന്നത്? ഇവരൊക്കെ ആരെ വളർത്തിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ജീവിക്കാൻ ആരെ പഠിപ്പിക്കുന്നത്? വല്ലാത്ത ജീവിതം തന്നെ. ഇത് എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എൻ്റെ ജോലിയാണെന്നാണ് പറയുന്നത്. ഇതെന്ത്, എനിക്ക് എവിടെയാണ് ഇത് ജോലിയാവുന്നത്? ഇതൊക്കെ കാണാനുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടോ? അങ്ങനെ ഞാൻ സംശയിക്കാം. കാരണം പല പരിപാടികളും ഇപ്പോൾ ഈ മനുഷ്യന് കാണാൻ കൊള്ളത്തില്ല എന്ന് തോന്നിയ പരിപാടികൾ ഒരുപാട് ഓടുന്നുണ്ട്. പലരും അങ്ങ് വേറെ രീതിയിലൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പലതും. ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ അച്ഛൻ എവിടെയാണ്, അതിൻ്റെ അച്ഛനെ കാണാനായിട്ട് കുറച്ച് ദിവസമായി വീട്ടിൽ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും. മൊത്തത്തിൽ ആ കുടുംബം മുഴുവൻ സ്ട്രെസ്സിലാണ്. ഒരു ആളെ കാണാതായി, തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയില്ല. അതിനിടയിൽ നമ്മൾ എന്താണ് ഈ മാധ്യമപ്രവർത്തനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? വാർത്താ ചാനൽ എന്ന് പറഞ്ഞാൽ വാർത്ത ഇട്ടാൽ പോരെ? അതിനിടയിൽ അവരുടെ പഴയ വീഡിയോ ഒക്കെ ഇട്ട് ആകെ വിഷമിപ്പിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്നവരൊക്കെ ഒരു ഭർത്താവോ ഭാര്യയോ അമ്മയോ ഒക്കെ അല്ലേ? അല്ലെ ഇവർക്കിതൊന്നും ഇല്ലേ? അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവരാണോ? പൊട്ടിമുളച്ച് വന്നവരാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആണോ? നിന്റെ അനിയനെയോ ഭർത്താവിനെയോ കാണാതാകുമ്പോൾ നിന്റെ കൊച്ചിനോട് വന്ന് ഇങ്ങനെ ചോദിക്കുക, നിന്നെ അപ്പുറത്ത് മാറ്റിയിരുത്തിയിട്ട്. എന്നാ സുഖമായിരിക്കും അല്ലേ? ഒരു രതിമൂർച്ച ഉണ്ടാകുമായിരിക്കും അപ്പോൾ ചോദിക്കുന്നവർക്കും കേട്ടിരുന്നവർക്കും. കൊച്ചിന് പിന്നെ ഇതറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരുമാതിരി ചൈൽഡ് ഫോൺ പോലെ ആയിപ്പോയി. ആ നിലവാരമേ ഉള്ളൂ ഈ പരിപാടിക്ക്. ഇതൊന്നും ബാൻ ചെയ്യാൻ പറ്റത്തില്ലേ? വളി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ഇത്. ഓരോ ഇവിടുത്തെ വാർത്ത കാണുമ്പോഴും ഇവിടുത്തെ നിയമപാലനവും നിയമ സംരക്ഷണവും എന്താ പറയണ്ടേ, മറ്റേത് മറിച്ച് നടപടികളും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഓരോ പ്രാവശ്യം ഇതൊക്കെ ഓർമ്മ വരുവാന്നേ. അതുമായിട്ടൊക്കെയുള്ള ഇതിനൊക്കെ ഒരു ബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലേ? എന്താ ഇവരൊക്കെ ആകെ ചെയ്യടോ? ഒരു മനുഷ്യന് ആവശ്യം ഇപ്പോൾ ഫുഡ് കഴിക്കണം, കിടക്കാൻ ഒരു സ്ഥലം വേണം, ശരിയാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഉള്ളൊരു വഴി അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ തോന്നിപ്പിക്കുന്നത് പട്ടിണി കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത ഒരാൾ പോക്കറ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നും ചെന്നു ഈ മധുവിനെ പോലെ ഒരാളെ തല്ലിക്കൊന്ന നാടായത്. മനസ്സിലായോ? അങ്ങനെ ഒരു മനുഷ്യനെ മനസ്സിലാവാതെ തല്ലിക്കൊന്നു. ഇപ്പോൾ ഇവിടെ ഈ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, കിംബോയി, ടൈഗർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കെതിരെയുള്ള സൈബർ അക്രമം, അല്ലെങ്കിൽ ഇവരെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ അവരെ അങ്ങ് തെറി വിളിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവരാരും ഇങ്ങനെയുള്ള ഒരു പണി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ട് പോലും അധികം കാര്യങ്ങൾ പൊട്ട കമൻസ് ഒക്കെ പറയുന്നേ ഉള്ളൂ. അത് ആർക്കും ഒരു ഉപദ്രവമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ഒരു ഉപദ്രവമായി ഒരാളുടെ കരിയർ നശിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഇവരൊക്കെ ചുമ്മാ അന്ന് കോമഡി, ഒരു എന്റർടൈൻമെന്റ്. പക്ഷേ ഇവിടെ പലയിടത്തും ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ, മീഡിയ മാർക്കറ്റിംഗ് ചെയ്ത് ഭാരത് ബെൻസിന്റെ മാർക്കറ്റിംഗ് ചെയ്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബെൻസിനകത്തിരുന്നാൽ
എത്ര മണ്ണിടിഞ്ഞ് വീണാലും അതിനകത്ത് സേഫ് ആയിരിക്കും. അതെന്ത് തരം മാർക്കറ്റിങ്ങാണ്? ഇനിയിപ്പോഴും പ്രതീക്ഷയോടെ ടൈറ്റിൽ അടിച്ച് വെക്കുക, ഒന്നും അറിയാത്ത പോലെ ഇടപെടുക. ഇവിടുത്തെ ഒരു പൊതുജനത്തിന് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരെ വീണ്ടും ചൂഷണം ചെയ്യുന്നതിന് പകരം ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു ഫാക്ച്വലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നവരായി പറഞ്ഞ എല്ലാവരും, ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരും ഇവരുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെയോ ഒരു ചെറിയ അരിപ്രശ്നം വരുന്നുണ്ട്. അരിപ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് അരിയണ്ണനും പാർട്ടികളും ഒക്കെ ഫേസ്ബുക്കിൽ ഭയങ്കര തെറിവിളി ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം. യൂട്യൂബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കുറച്ചാൾ കാണും ഇത് നെഗറ്റീവ് ഒരു ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ, പിന്നെ കുറേ നാൾ ഇങ്ങനെ കാണും, പിന്നെ പതുക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കയറി തല വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അതങ്ങനെ അവർ മാറ്റിക്കോളും. അതോടെ ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട്. തെറി വിളി എന്ത് പറഞ്ഞാലും തെറി, ആരാന്നറിയത്തില്ല. എന്താണേലും അത് ഒരു സൈഡിൽ കൂടെ. പിന്നെ ഈ സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്നവന്മാർ നേരത്തെ എന്താ തെറി വിളിക്കാനെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴാണ് അവർക്ക് തെറി വിളിക്കാൻ തോന്നിയത്. ഓരോ വിഷയങ്ങൾ അവരുടെയൊക്കെ വേറൊരു ലോകത്ത് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾക്ക് അറിയണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും കേൾക്കേണ്ടതാണോ അറിയേണ്ടതാണോ എനിക്കൊന്നും തോന്നിയിട്ടില്ല പലതും. ചുമ്മാ ഇങ്ങനെ ചീള് കേസുകളുടെ ഇടയിൽ കിടന്ന് വിലസുക. എന്നാൽ ഈ പറഞ്ഞ പലയിടത്ത് ഇവരും കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ വാർത്ത വന്നതൊക്കെ വീണ്ടും റിപ്പീറ്റ് പറയുന്നവരും, പിന്നെ 100 പേരൂടെ ഒരാളെ തല്ലി അവിടെ പോയി ആ തല്ല് കൊള്ളുന്നവനെ നല്ലപോലെ ഒന്നുകൂടെ അടിക്കാൻ അയാളുടെ ഭാഗത്ത് എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവനെ കയറി തല്ലി. എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ തെറ്റിപ്പോകുന്നു അടി കൊടുക്കുന്നത്. ഇതൊന്നും കണ്ടിട്ടും ഇവൻ്റെ ഒന്നും ഫോളോവേഴ്സിന് ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ 1-2-3 കേസ് ഇവന്മാരുടെയൊക്കെ എതിർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മനസ്സിലാകുന്നില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇവർ പോയി ഈ പാവപ്പെട്ടവരെ തല്ലി രസിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ ബാലയെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് ഇതൊക്കെ? അന്ന് വന്നതാണ് ഈ പറഞ്ഞ ട്രൂ ടി വിക്കാരനും. എൻ്റെ വേറെ ഏതാണ്ട് ഒരു ന്യൂസ് ചാനലുണ്ടായിരുന്നു, തിന്നാൻ പോയതാണ്, നക്കി തിന്നാൻ. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ആ പറഞ്ഞ ഭാര്യയെ പറ്റി അവാദം പറയുമ്പോൾ കൂട്ടിരിക്കുക. അല്ലേടാ, ഇവനൊക്കെ ഓരോരുത്തർക്ക് വിരോധമൊക്കെ ഉണ്ടാവും. അത് വേണേൽ അവരവരുടെ രീതി തീർക്കട്ടെ. എന്തിനാണ് ഞാൻ പോയി അതിൻ്റെ കൂടിരുന്ന് അതിന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമ്പോൾ അതൊക്കെ നക്കി ഇങ്ങനെ ജീവിക്കാനും വേണ്ടി എന്ത് ഗതിയുടെ ഇവർക്കുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതൊരു എന്താ പറയണ്ടേ, ഈ അവരുടെ ഒരു ബുദ്ധിക്കുള്ള ഗതികേടാന്ന് തോന്നുന്നു. അല്ല അവരുടെ ചുറ്റുപാടിനുള്ള ഗതികേടല്ല, ക്യാരക്ടറിൻ്റെ ഗതികേടാവാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗതികെട്ട ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് എന്തൊക്കെ പറഞ്ഞാലേ ഒരു ഗതികേട് ഇവർക്കുണ്ട്. ഈ പറഞ്ഞ പലർക്കും ഉണ്ട്. ഇവിടുത്തെ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ചിലർക്കും ഉണ്ട്. ആ ഗതികേട് കാരണം സംഭവിച്ചു പോകുന്ന ഇതൊക്കെ രാഷ്ട്രീയക്കാർക്കുണ്ട്. എന്നാലും ഒരു സ്വയം ഒന്ന് പരിശോധിക്കരുതോ? ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് എന്താ തോന്നാത്തേ? ആ കൊച്ചിനെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? അയ്യോ, ഇതിനൊക്കെ ഒരു ബ്രൂട്ടാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതൊരു ബ്രൂട്ടൽ ചോദ്യമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അവിടെ ചെന്നിട്ട് ഒരുമാതിരി കളി കളിക്കരുത്. ഇനി വൈറലാവാൻ വേണ്ടിയിട്ട് മരണ വീട്ടിൽ പോയി ഡാൻസ് കളിക്കാൻ തോന്നുമായിരിക്കും ചിലപ്പോൾ, വല്ല പാട്ടൊക്കെ ഇട്ടിട്ട്. ഞാൻ ലോറിക്കാരൻ ബെൻസ് ഓടിക്കാൻ ലോറിക്കാരൻ എന്നൊരു പാട്ടും ഉണ്ടാക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക. അല്ലേ ഇവൻ്റെ ഓരോ മീഡിയയുടെ പേരിൽ ഓരോ ലോറിയുടെ രൂപത്തിലൊക്കെ കൊണ്ട് റീത്തൊക്കെ വെച്ചിട്ട് ഇതൊരു ആഘോഷമായി മാറ്റുക. അങ്ങനെയൊക്കെ ബെൻസുകാർക്ക് പരസ്യം ചെയ്യണം. നിന്നെ ഡെഡ് ബോഡി ഭാരത് ബെൻസെ കൊണ്ടുവരിക, ഡെഡ് ബോഡി കിട്ടിയാൽ. എന്നിട്ട് അത് വെച്ചിട്ട് ഏത് ഡെഡ് ബോഡിയും സേഫായിട്ട് വീട്ടിലെത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല മാർക്കറ്റിംഗ് ചെയ്യുമോ? അതിന് പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ കൂട്ടു നിൽക്കുമോ? കാശ് കിട്ടിയാൽ പോരെ എന്നുള്ളൊരു അവസ്ഥ വളരെ മോശമാണ് കേട്ടോ. കാശ് ഇത്രയും പൈസ എന്തിനാണെന്നോ എനിക്കറിയത്തില്ല. ഇവർക്കൊക്കെ ഇത്രയും മാറാ രോഗങ്ങൾ വല്ലതും ബാധിച്ചു ഇവർക്കൊക്കെ ചികിത്സിക്കാൻ പൈസ ഇല്ലേ? ഫുഡ് ആയാലും കിട്ടുന്നുണ്ടെന്നുള്ള മനസ്സിലായി.